Watch India's largest kids library only on Jio Hotstar. Download the app now. ബോക്സറേട്ടോ, ബാങ്കിന്റെ അകത്തുനിന്ന് ഒരുപാട് പേരുടെ നിലവിളി ശബ്ദം കേൾക്കുന്നല്ലോ. എന്താ കാര്യം? അകത്ത് ഏതോ കള്ളന്മാര് കേറി ജനങ്ങളെയൊക്കെ പേടിപ്പിച്ചോണ്ടിരിക്കുക. അല്ല, ഇങ്ങനെ പുറത്തു നിന്ന് നോക്കുന്നത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാവരെയും രക്ഷിക്കുവാൻ അകത്തേക്ക് ചെന്ന് നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ? കള്ളന്മാരെ, നിങ്ങൾ മോഷ്ടിച്ച ബാഗൊക്കെ താഴെ വെച്ചിട്ട് രണ്ട് കൈയും മുകളിലോട്ട് പൊക്കി നിന്നേ. നിങ്ങൾ രണ്ടുപേരും എന്നെ തടയുമോ, ഷാഖാനെ തടയുമോ? കൂട്ടുകാരെ, ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കും നമ്മളെ തടയുന്നതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും. ഒരു മിനിറ്റ്, നിങ്ങളുടെ ബോസ് ഞങ്ങളോട് പറയാനല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ പറഞ്ഞ പോരെ? എന്തിനാ തല്ലാൻ വരുന്നത്? പറഞ്ഞോളൂ, ഞങ്ങൾ കേട്ടോളാം. ഇവര് തിയറി അല്ല പറയാൻ പോണത്, പ്രാക്ടിക്കൽ ചെയ്താണ് കാണിക്കാൻ പോണേ. ഹലോ സാർ, ഒന്ന് പ്രാക്ടിക്കലായിട്ട് പറയൂ. പത്ലു, നീ ഇവിടെ തന്നെ കിടക്കാൻ നോക്ക്. എന്തിനാ വെറുതെ എഴുന്നേറ്റ് പോയി വീണ്ടും തല്ലുകൊള്ളുന്നത്? എടോ, ഇങ്ങനെ നിലവിളിച്ചിട്ടാണോ താൻ എല്ലാവരെയും തല്ലുക? തല്ലട്ടവരെ എല്ലാം നീ തല്ലി താഴെയിട്ടില്ലേ? ഇനിയിപ്പോ ഞാനെന്തോ തല്ലാരാ? ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. മോട്ടു, പത്ലു, നിങ്ങൾ വീണ്ടും ഫുർഫുറി നഗർ ബാങ്കിനെ കൊള്ളയടിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. മോട്ടു, ഇതിന് നീ പാർട്ടിക്ക് അർഹനായിരിക്കുന്നു. വരൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആഘോഷമാക്കി മാറ്റാം. ഞാൻ ഉടനെ തന്നെ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ. മോട്ടു, ഇന്ന് നീ ഏത് ഡ്രസ്സാ ഇടാൻ പോകുന്നേ? ബോക്സറേട്ടാ, ഇന്ന് വല്ല സ്പെഷ്യൽ ഡേ ആണോ? എന്ത്, നിനക്ക് ഇന്നത്തെ പാർട്ടിയെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല? എന്ത് പാർട്ടിയാ? അത് ശരി, അപ്പൊ നിനക്ക് ഈ കാര്യം അറിയില്ല അല്ലേ? ശരി, സാരമില്ല, ഞാൻ എന്തായാലും പോവുകയാ. ബോക്സറേട്ടൻ ഏത് പാർട്ടിയുടെ കാര്യം പറയുന്നത്? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബോക്സിംഗ് ക്ലബിലെ പാർട്ടി വല്ലതുമായിരിക്കും. ഞാൻ ചെന്ന് സമൂസ കഴിക്കട്ടെ, വിശക്കുന്നുണ്ട്. ചായക്കട ചേട്ടാ, നിങ്ങൾ പുതിയ ഡ്രസ്സിൽ അടിപൊളിയാണല്ലോ. അത് പിന്നെ മോട്ടു, ഇന്ന് പാർട്ടിയല്ലേ, അതുകൊണ്ടാ ഈ വേഷം ഇട്ടിരിക്കുന്നത്. നീ തയ്യാറായില്ലേ? അല്ല, ഏത് പാർട്ടി? ആരുടെ പാർട്ടി? നിനക്കെന്താ അറിയില്ലേ? എന്നാ ശരി, അതെന്റെ ഒരു ഫ്രണ്ടാ പാർട്ടി തരുന്നത്. നിനക്കവനെ അറിയില്ല. എനിക്ക് ഉടനെ പോണം, എനിക്ക് ലേറ്റ് ആകാൻ പറ്റില്ല. പാർട്ടി പാർട്ടി പാർട്ടി, ഇത് ആരുടെ പാർട്ടിയാണ്? ഇവിടെയുള്ള എല്ലാവരും പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഒന്നും അറിയില്ലല്ലോ. ഇത് ആരുടെ പാർട്ടിയാണെന്ന് എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. അത് മിസ്രാജി, മേയർ സാഹിബിന്റെ പാർട്ടി ആണെങ്കിൽ എപ്പോഴും നന്നായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. മോട്ടു പത്ലു രണ്ടുപേരും ചേർന്ന് ഇത്രയും വലിയൊരു ഗ്യാങ്ങിനാണല്ലോ പിടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ പാർട്ടി ഇപ്പൊ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മേയർ സാറ് ബാങ്ക് കൊള്ളയടിച്ചവരെ പിടിച്ചതിനുള്ള സന്തോഷത്തിന് പാർട്ടി വെക്കുകയാണല്ലേ? അത് ശരി, കള്ളന്മാരെ പിടിച്ചത് ഞാനാണ്. എന്നിട്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ ആരും തന്നിട്ടില്ല. ഞാൻ ചിങ്കം സാറിന്റെ അടുത്ത് പോയി ഇത് കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. ചിങ്കം സാറേ, എന്റെ അമ്മോ, ഞാനിപ്പോ കാണാൻ നല്ല സ്മാർട്ട് ചിങ്കം സാറേ, നിങ്ങളെ കാണാൻ സ്മാർട്ട് ഒക്കെ തന്നെയാണ്. അല്ല, ഈ ടിപ് ടോപ്പ് ആയിട്ട് എങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ്? ബാങ്ക് റോബറി കള്ളന്മാരെ പിടിച്ച സന്തോഷത്തിന് നമ്മുടെ മേയർ സാബ് ഒരു ഗ്രാൻഡ് പാർട്ടി തരുന്നുണ്ട്. എന്തേ നിങ്ങളെ പാർട്ടിക്ക് വിളിച്ചിട്ടില്ലേ? അത് എന്നോട് ഈ പാർട്ടിയെ കുറിച്ച് ആരും തന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. ഓക്കെ, നെവർ മൈൻഡ്, ഞാനിപ്പോ പോകുന്നു.
ചിങ്കം സാർ പോലും മേയർ സാറിന്റെ പാർട്ടിക്ക് പോവാണല്ലോ. എവിടെ നോക്കിയാലും എല്ലാവരും മേയർ സാറിന്റെ പാർട്ടിക്ക് പോവാണ്. ഈ ഞാനാണ് ആ ബാങ്ക് കള്ളന്മാരെ പിടിച്ചത്. എന്നിട്ട് എനിക്കാരും ഇൻവിറ്റേഷൻ ഇതുവരെ തന്നിട്ടില്ല. ആ മേയർ സാർ എങ്ങനെ എന്നെ മറന്നു കളഞ്ഞത്? ഞാൻ ഡോക്ടർ ജഡ്കെയും ഗസീട്ടാറാമിനെയും വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോളാം. എന്നിട്ട് ഞങ്ങളെ വീട്ടിൽ വെച്ച് പാർട്ടി നടത്തിക്കോളാം. ഓയ് മോട്ടു ചങ്കേ ബ്രോ പറയേ, എന്നെ കണ്ടാൽ ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, ആദ്യം നിങ്ങൾ ഇത് പറ. നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോവാൻ നിൽക്കുന്നത്? ഓയ് മോട്ടു ചങ്കേ ബ്രോ, മേയർ സാർ ഇന്ന് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാ. പാർട്ടി പാർട്ടി പാർട്ടി. കാലത്ത് തൊട്ട് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് എന്റെ രണ്ട് ചെവി വേദനിക്കാൻ തുടങ്ങി. ആര് നോക്കിയാലും പാർട്ടിക്ക് പോവല്ലേ. കള്ളന്മാരെ പിടിച്ചത് ഞാനാണ്. പക്ഷെ എനിക്ക് പാർട്ടിക്ക് പോകാനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല. എന്താ ഇതൊക്കെ? ഓയ് മോട്ടു ചങ്കേ, നീ ഒന്ന് സമാധാനമായി ഇരിക്കേ. ജീവിതമാകുമ്പോ ഇങ്ങനെ പലതും സംഭവിച്ചെന്നിരിക്കും. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ വെച്ച് ഞാൻ പറയാണ്, മേയർ സാറ് ചിലപ്പോ നിനക്ക് ഇൻവിറ്റേഷൻ തരാൻ മറന്നു കാണുന്നേ. ഗസീട്ടാറാമേ, നിന്റെ 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ നിന്റെ അടുത്ത് വെച്ചോളൂ. മനസ്സിലായോ? മമ്മി, മോട്ടിന് ദേഷ്യം വന്നിട്ട് മോക്കൊക്കെ ചോന്ന് വീർത്തേക്കുന്ന കണ്ടില്ലേ? ഡോക്ടർ ചട്ക, നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. ഓടിക്കാം. പത്തലു, നീ ഇതിപ്പോ എങ്ങോട്ട് പോവാൻ നിക്കുക? ഇവിടെയുള്ള എല്ലാവരും മേയർ സാറിന്റെ പാർട്ടിക്ക് ഒരുങ്ങി പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ പത്തലു, ആ മേയർ നമ്മളെ മാത്രം വിളിച്ചിട്ടില്ല. പക്ഷെ മോട്ടു, ഞാനും മേയർ സാറിന്റെ പാർട്ടിക്കാ പോകുന്നത്. കാരണം നമുക്ക് ഇൻവിറ്റേഷൻ കാർഡ് വന്നിട്ടുണ്ട്. നിനക്കും വന്നിട്ടുണ്ടാവും. നീ അത് കണ്ടിട്ടുണ്ടാവില്ല. അതാ. എനിക്കൊരു ഇൻവിറ്റേഷൻ കാർഡും കിട്ടിയിട്ടില്ല പത്തലു. കാലത്ത് ബാങ്കിൽ വെച്ച് ആ മേയർ സാർ എന്നോട് നീ ധൈര്യവാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പാർട്ടിക്ക് വിളിക്കാൻ മറന്നിരിക്കുന്നത് കണ്ടോ? സോറി മോട്ടു, എനിക്ക് മേയർ സാറിന്റെ പാർട്ടിക്ക് പോകാനുള്ള സമയമായി. അതുകൊണ്ട് ഞാൻ പോവാണ്. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അത്രേ. അതുകൊണ്ട് എനിക്ക് വേഗം പോയേ പറ്റൂ. ഓക്കെ? പത്തലു മേയർ സാറിന്റെ ഡിയർ ആയിരിക്കുക. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ നിയറിൽ പോലും ഇല്ല. എല്ലാവരും പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്, പത്തലുവിനെയും വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനോ, എന്റെ ജീവൻ പണയം വെച്ചിട്ട് കള്ളന്മാരെയൊക്കെ പിടിച്ചിട്ട് ആർക്കും എന്നെ വേണ്ട. എന്നോടൊരക്ഷരം പറഞ്ഞിട്ടില്ല. എന്ത് പറ്റി മോട്ടു? എന്ത് പറ്റി? കണ്ടിട്ട് ഭയങ്കര ദുഃഖത്തിലാണെന്ന് തോന്നുന്നല്ലോ. നിനക്കും എന്താ വേണ്ട? നീ നിന്നെ പാട് നോക്കി പോയേ. അല്ല, ഞാനൊരു കാര്യം കേട്ടു. മേയർ സാർ നിന്റെ പാർട്ടിക്ക് വിളിച്ചില്ല എന്ന്. അതിനിപ്പോ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത് പോട്ടു? നിന്റെ ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോ തോന്നുവാ ഞങ്ങൾ എന്തോ ചെയ്തിട്ടാണത്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. ഇനി ആരെങ്കിലും ഇവിടെ നിന്ന് കവിത പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ 3 പേരെയും ഞാൻ ഇവിടെ വെച്ച് തന്നെ ലഞ്ചും ഡിന്നറും ഒക്കെ ആക്കി അങ്ങ് കഴിക്കും. ഇങ്ങനെ ചൂടാവില്ല പോട്ടു, ഒന്ന് ക്ഷമിക്കേ. നിന്നെ പോലെ നല്ലവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് സാധാരണ കാര്യമാണെന്നേ. ഇപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി. ആ മേയർ കള്ളൻ ജോണിനും അവന്റെ കൂട്ടർക്കും വരെ പാർട്ടിക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിരിക്കുന്നു. പക്ഷെ എന്നെ കുറിച്ച് അയാൾ ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ല. ദൈവമേ, ഇതാണോ നിന്റെ ന്യായം? ഇത് കേട്ടോ സുഹൃത്തുക്കളെ, ഇന്ന് കാലത്തായിരുന്നു ഇദ്ദേഹം ബാങ്ക് റോബേഴ്സിനൊക്കെ പിടിപ്പിച്ചത്. ഞാൻ പറയണ സത്യമാ. അതിനുള്ള പാർട്ടിയാണ് മേയർ സാബ് തരുന്നത്. ഇനിയിപ്പോ ഇദ്ദേഹം നമ്മളെ പിടിപ്പിക്കാതിരുന്നാ മതി. പാർട്ടി പാർട്ടി, ഹ്യൂമാർക്ക് ഞാൻ പാർട്ടി എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. നിക്കേ. ഇപ്പൊ ഇയാള് നമ്മുടെ അധീനതയിൽ വന്നിരിക്കുന്നു. ഇനിയിപ്പൊ വിട്ടേക്കരുത് ഇയാളെ.
സംഭവിക്കുന്നത്? മോട്ടു പാർട്ടി ഇത്രയും ഗ്രാൻഡ് ആകുമ്പോ മോട്ടുവിന്റെ എൻട്രിയും വളരെ ഗ്രാൻഡ് ആയിരിക്കണമല്ലോ. ആ കാരണം കൊണ്ടാ എല്ലാവരും ഈ നാടകം കളിച്ചത്. ഞാൻ മനഃപൂർവ്വമാ നിനക്ക് ഇൻവിറ്റേഷൻ അയക്കാഞ്ഞത്. നീ ഈ പാർട്ടിയിലെ ചീഫ് ഗസ്റ്റ് അല്ലേ? പറ, എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? വളരെ സന്തോഷം മേയർ സാറേ, വളരെ സന്തോഷം. ഞാൻ നിങ്ങൾ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ നിങ്ങൾ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. സോറി, വെരി സോറി. മോട്ടു എന്റെ കൂട്ടുകാരാ, ഞാനും സോറി പറയാണ്. ഞാൻ നിന്നെ കൊണ്ടുവരാതെ വന്നു. മോട്ടു, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിന്റെ ഈ നല്ല പ്രവർത്തനത്തിനൊരു പാരിതോഷികം തരുന്നു. താങ്ക് യു മേയർ സാർ. Watch India's largest kids library only on Geo Hotstar. Download the app now.